empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രഷില്ല പ്രോഗ്രാമിന്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു നിർത്തിയത് പഴയ നിയമത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന യൂദത്തിനെ കുറിച്ചായിരുന്നു. എത്രമാത്രം കമ്മിറ്റഡ് ആയി തന്റെ ജീവിതം മുഴുവൻ കർത്താവിനോട് ചേർന്ന് അവൾ മുന്നേറി എന്ന് നമ്മൾ കണ്ടു. പ്രാർത്ഥനയിൽ അടിത്തറയിട്ടുകൊണ്ട് തന്റെ ഓരോ പ്രവൃത്തികളും വളരെ ജ്ഞാനത്താൽ നിറഞ്ഞ് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് പോയി. എന്റെ പ്രിയ സഹോദരരെ, സങ്കീർത്തകനായ ദാവീദ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വചനം നമുക്ക് നൽകുന്നുണ്ട്. 119 സങ്കീർത്തനം 112 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: അവിടുത്തെ ചട്ടങ്ങൾ അന്ത്യം വരെ ഇടവിടാതെ പാലിക്കുവാൻ ഞാൻ എന്റെ ഹൃദയത്തെ ഉത്സുകമാക്കിയിരിക്കുന്നു. അന്ത്യം വരെ കർത്താവിന്റെ ചട്ടങ്ങൾ ഇടവിടാതെ പാലിക്കാൻ താൻ വളരെ ഉത്സാഹമുള്ളവനാണെന്ന ദാവീദ് രാജാവ് പറയുന്നത്. ഇതേ കാര്യം തന്നെയാണ് യൂദത്തിലും നമ്മൾ കണ്ടത്. യൂദത്തിന്റെ പുസ്തകത്തിൽ അവസാന അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് 105 വയസ്സ് വരെ യൂദിത്ത് ജീവിച്ചു. തന്റെ ജീവിതകാലം മുഴുവൻ സകലർക്കും ആദരണീയയായി അവൾ ജീവിച്ചു എന്ന്. ദൈവഭക്തിയിൽ കൂടുതൽ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ട് അവൾ തന്റെ ജീവിതകാലം പൂർത്തീകരിച്ചുവെന്ന്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു അഭിഷേകം നമുക്കും ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതകാലം മുഴുവൻ കർത്താവിന്റെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ, കർത്താവിന്റെ ഹിതം അറിഞ്ഞ് ജീവിക്കുന്നതിൽ പരിപൂർണമായും കമ്മിറ്റഡ് ആയിട്ട് മാറാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കുവാനായി ഒരുങ്ങാം. ഒപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. വചനങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ, നമ്മൾ കർത്താവിന്റെ വചനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായത് ഏറ്റെടുക്കുവാൻ വേണ്ട ജ്ഞാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് കർത്താവിന്റെ ഹിതത്തിന് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ഹിതം ഞങ്ങളിൽ നിറവേറട്ടെ. കർത്താവേ, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങയുടെ ഹിതത്തിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ഹല്ലേലൂയ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ഈശോയെ, എന്റെ ഹിതം പോലെയല്ല എൻ പിതാവേ, എൻ കർത്താവേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഹിതം പോലെയല്ല എൻ പിതാവേ, എൻ കർത്താവേ. ഹല്ലേലൂയ. ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ഈശോയെ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ, ഞങ്ങളുടെ സ്വപ്നങ്ങൾ കർത്താവെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അത് ഒന്നുമല്ല കർത്താവെ, അങ്ങയുടെ ഹിതത്തിൽ, അങ്ങയുടെ തീരുമാനത്തിൽ ഞങ്ങളെ നയിക്കണമേ. ഇതു ഗുണം എന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥാ. ഏറ്റുപറയുന്നു ഈശോയെ. ഇതു ഗുണം എന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥാ. ഹല്ലേലൂയ. തിരുനാമം നിമിത്തം നീതിമാർഗ്ഗത്തിൽ തിരിച്ചു. നിൻ തിരുനാമം നിമിത്തം നീതിമാർഗ്ഗത്തിൽ തിരിച്ചു. ഹല്ലേലൂയ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ഈശോയെ സമർപ്പിക്കുന്നു. നിന്റെ ഹിതം പോലെ എന്നെ
ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ഹിതത്തിനായിട്ട് ഞങ്ങളെ പരിപൂർണമായും സമർപ്പിക്കുകയാണ്. അങ്ങ് തന്നെ ഞങ്ങളെ വഴി നടത്തണമേ, ഞങ്ങളെ കൈപിടിച്ച് നയിക്കണമേ. ഞങ്ങളുടെ ഇഷ്ടങ്ങൾ, ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം മാറ്റി നിർത്തി അങ്ങയുടെ ഹിതത്തിൽ മുന്നോട്ട് പോകുവാൻ കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, ദൈവഹിതാനുസരണം മാത്രം ജീവിതത്തിൽ എല്ലാം ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ആ ഒരു കൃപയിൽ ഞങ്ങൾ ഉന്നതി പ്രാപിക്കുവാൻ, ആ കൃപയിൽ ഞങ്ങൾ വളർന്നു വരുവാൻ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുക്കുടുംബത്തിന്റെ പാലക, ദൈവഹിതത്തിനു വേണ്ടി എന്ത് ചെയ്യുവാനും എത്രമാത്രം കഷ്ടതകൾ ഏറ്റെടുക്കാനും തയ്യാറായ വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഈ ഒരു ചൈതന്യം വളർന്നു വരുവാൻ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇന്നു മുതൽ പഠിക്കുവാനും ചിന്തിക്കുവാനും ഒക്കെയായി പോകുന്നത് പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന മർത്ത, മറിയം എന്ന സഹോദരിമാരെ കുറിച്ചാണ്. നമുക്കറിയാം, സുവിശേഷങ്ങളിലെല്ലാം കർത്താവിനോടൊപ്പം നടക്കുന്നവരായി നമ്മൾ അവരെ കാണുന്നുണ്ട്. പ്രധാനമായി 3 ഇടങ്ങളിലാണ് നമ്മൾ ഇവരെ ഒരുമിച്ച് കണ്ടുമുട്ടുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവും ശിഷ്യന്മാരും കൂടി, ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കർത്താവും ശിഷ്യന്മാരും ഒരുമിച്ച് അവരുടെ ഭവനം സന്ദർശിക്കുന്നതായും കർത്താവുമായി അവർ ചില സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നതായും നമ്മൾ കാണുന്നുണ്ട്. തുടർന്ന് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ ലാസറിന്റെ മരണത്തെ ബന്ധപ്പെടുത്തി, ലാസറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മർത്തായും മറിയവും പ്രത്യക്ഷപ്പെടുന്നതായി നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും അതിനോട് ചേർന്ന് തന്നെ തൈലാഭിഷേകം, കർത്താവിന്റെ പാദത്തിൽ തൈലമൊഴിച്ച് മുടികൊണ്ട് അതെല്ലാം തുടയ്ക്കുന്ന മറിയത്തെയും മർത്തയെയും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഈ സുവിശേഷങ്ങളിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മർത്ത, മറിയം, ലാസർ, ഇവർ 3 പേരും അടങ്ങുന്ന ആ ഒരു കുടുംബത്തെ കർത്താവ് ഒത്തിരിയേറെ സ്നേഹിച്ചിരുന്നു. അവർ ഓരോരുത്തർക്കും വലിയൊരു സുഹൃത്തായി, അവരുമായി ഒരു ഉറ്റ ബന്ധം പുലർത്തിയിരുന്ന കർത്താവിനെയാ നമ്മൾ കാണുന്നത്. അവരുടെ ഹൃദയ വിചാരങ്ങൾ പോലും ഇവർ 3 പേരും കർത്താവുമായി പങ്കുവെക്കുന്നുണ്ട്. എത്രമാത്രം വലിയൊരു ബന്ധമായിരുന്നു അവർക്ക് കർത്താവിനോട് ഉണ്ടായിരുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. എന്നാൽ കർത്താവിനോട് ഇത്രമാത്രം ബന്ധമുണ്ടെന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ആ ഒരു കാലഘട്ടത്തിൽ യേശുവിനോടൊപ്പം നടന്നിരുന്നവരെ, കർത്താവിനെ അംഗീകരിച്ചിരുന്നവരെ സമൂഹത്തിൽ അത്ര നല്ല രീതിയിലായിരുന്നില്ല കണ്ടിരുന്നത്. ഇവിടെ മർത്തായും മറിയവും കർത്താവിൻ്റെ സുഹൃത്തുക്കളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവർ നേരിട്ടിരുന്ന പ്രതിസന്ധികളെയും ഇതിനോട് ചേർത്ത് വെച്ച് തന്നെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഈ പറഞ്ഞ ഭാഗങ്ങളിലൂടെ എല്ലാം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളുണ്ട്. ഇവർ 3 പേരും ഒരു കുടുംബത്തിൽ കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ പ്രമാണങ്ങൾക്ക് വേണ്ടി ഒരുമയോടെ ജീവിച്ചിരുന്നവരായിരുന്നു. ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ 10-ാം അധ്യായം നമുക്ക് 38-ാം തിരുവാക്യം ഒന്ന് ശ്രദ്ധിക്കാം. അവർ പോകുന്ന വഴി, യേശുവും ശിഷ്യന്മാരും പോകുന്ന വഴി അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മർത്ത എന്നു പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. ഇവിടെ ആരാണ് യേശുവിനെയും ശിഷ്യന്മാരെയും സ്വീകരിക്കുന്നത്? അവൾ മർത്തയാണ് മുന്നോട്ട് വന്ന് അവരെ സ്വീകരിക്കുന്നത്. മർത്തായുടെ ഭവനമാണ് അതെന്ന് സുവിശേഷത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് ആ 3 സഹോദരങ്ങളിൽ മുതിർന്നവളായിട്ട് മർത്തയെ നമുക്ക് കണക്കാക്കാം. മർത്തയും മറിയവും ലാസറും കൂടി ആ ഒരു ഭവനത്തിൽ അങ്ങനെ സന്തോഷത്തോടെ കർത്താവിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് പോകുന്ന വഴിക്ക് ഒരു ദിവസം കർത്താവ് ഇവരുടെ ഭവനത്തിലേക്ക് കടന്നു വരികയാണ്.
കർത്താവും ശിഷ്യന്മാരും കടന്നു വരിക എന്ന് പറയുമ്പോൾ കർത്താവിന് അത്രമാത്രം വില നൽകിയവരായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു അവസരമായിരുന്നു മർത്തയെയും മറിയത്തെയും സംബന്ധിച്ച് കർത്താവിൻ്റെ ഈ ഒരു സന്ദർശനം. അവിടെ അവർ എന്തൊക്കെയാണ് ചെയ്തതെന്നും കർത്താവ് അവരോട് എങ്ങനെയാണ് പെരുമാറിയതെന്നുമാണ് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത്. ഇവിടെ നമ്മൾ കണ്ടു, മർത്ത അവരെല്ലാം സ്വീകരിച്ച് ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. തുടർന്ന് തൊട്ടടുത്ത വാക്യത്തിൽ കർത്താവിന്റെ വചനം വ്യക്തമായി എഴുതി വെച്ചിരിക്കുകയാണ്, അവൾക്ക് മറിയം എന്നു പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾക്ക് മറിയം എന്നു പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവന്റെ പാദത്തിങ്കൽ ഇരുന്നു. ഇവിടെ മറിയം എന്താ ചെയ്തത്? കർത്താവും ശിഷ്യന്മാരും വന്നു, അവരെല്ലാം ഇരുന്നു. അത് കഴിഞ്ഞ് കർത്താവ് വചനം പങ്കുവയ്ക്കാൻ തുടങ്ങി, കർത്താവ് പ്രബോധനങ്ങൾ നൽകാൻ തുടങ്ങി. അപ്പോൾ മറിയം ഓടിപ്പോയി കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് കർത്താവിനെ കേൾക്കുകയാണ്. കർത്താവിന്റെ അധരത്തിൽ നിന്ന് വരുന്ന ഓരോ വചനങ്ങളും അവൾ സ്വീകരിക്കുകയാണ്, അവൾ സ്വന്തമാക്കുകയാണ്. എന്നാൽ അതേസമയം കർത്താവിന്റെ തിരുവചനം പറയുകയാണ്, തൊട്ടടുത്ത വാക്യം, മർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇവിടെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കർത്താവും ശിഷ്യന്മാരെല്ലാവരും ആ ഭവനത്തിലേക്ക് കടന്നു വന്നു. ഉറപ്പായിട്ടും ആതിഥ്യ മര്യാദയുള്ള എല്ലാവരും എന്താ ചെയ്യുക? അവർക്ക് വേണ്ടുന്നതായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് വ്യഗ്രചിത്തത ഉള്ളവരായിരിക്കും. നമ്മുടെ ഭവനത്തിലേക്ക് തന്നെ നമുക്കൊന്ന് ചിന്തിച്ചാൽ ആ ഒരു കാര്യം, ആ ഒരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാകും. അത് ചെയ്യുവാനായി മർത്ത വളരെയേറെ തത്രപ്പെട്ട് അവർക്ക് വേണ്ടുന്നതായതെല്ലാം ഒരുക്കുന്ന ആ ഒരു സമയം, മറിയം ആകട്ടെ കർത്താവിന്റെ കാൽക്കലിരുന്ന് കർത്താവ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ടപ്പോൾ മർത്തയ്ക്ക് എന്താ തോന്നുക? ഉറപ്പായിട്ടും മർത്തയ്ക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല വിഷമം ഉണ്ടാവുകയാണ്. താൻ ഇതുപോലെ കഷ്ടപ്പെട്ട് ജോലികൾ ചെയ്യുന്നു. മർത്ത ചെയ്യുന്നതും കർത്താവിന്റെ ശുശ്രൂഷ തന്നെയാണെന്ന് നമ്മൾ ചിന്തിക്കണം. കർത്താവിനെയും ശിഷ്യന്മാരെയും ശുശ്രൂഷിക്കാനാണ് മർത്ത ഇതുപോലെ കിടന്ന് കഷ്ടപ്പെടുന്നത്. അവർക്ക് വേണ്ട ഭക്ഷണം ഒരുക്കുന്നു, അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കുന്നു. എന്നാൽ മർത്ത നോക്കുമ്പോൾ മറിയം തന്നെ സഹായിക്കുന്നില്ല. മറിയം കർത്താവിന്റെ അടുക്കൽ അവിടെ ഇരിക്കുകയാണ്, ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണ്. ഇത് കണ്ട മർത്ത എന്താ ചെയ്തത്? 40-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. മർത്ത കർത്താവിന്റെ അടുത്ത് ചെന്നു പറഞ്ഞു, കർത്താവേ, ശുശ്രൂഷയ്ക്കായി എന്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. മർത്ത വളരെ നിഷ്കളങ്കമായി കർത്താവിന്റെ അടുക്കൽ ചെന്ന് കംപ്ലൈന്റ് പറയുകയാണ്. താൻ നേരിട്ടിരുന്ന പ്രശ്നത്തെ അതേപോലെ കർത്താവിന്റെ അടുക്കൽ ചെന്ന് യാതൊരു മറയുമില്ലാതെ തന്റെ വിഷമം മുഴുവൻ കർത്താവിനെ പറഞ്ഞു കേൾപ്പിച്ചു. മർത്ത നോക്കുമ്പോൾ മറിയം ഇതെല്ലാം കർത്താവ് പറയുന്നത് മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട മർത്ത ഓടിച്ചെന്ന് കർത്താവിനോട് കംപ്ലൈന്റ് ചെയ്തു. എന്നാൽ കർത്താവ് എന്താ പറഞ്ഞത്? 41-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത, നീ പലതിനെ കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. തുടർന്ന് കർത്താവ് പറയുകയാണ്, ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് അവളിൽ നിന്നും എടുക്കപ്പെടുകയില്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, തന്റെ കംപ്ലൈന്റുമായി കർത്താവിന്റെ അടുക്കൽ ചെന്ന മർത്തയോട് കർത്താവ് എന്താ പറയുന്നത്? മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരിൽ വെച്ച്, നിങ്ങൾ ചെയ്തതിൽ വെച്ച് മറിയമാണ് നല്ല കാര്യം ചെയ്തിരിക്കുന്നത്. ഒന്ന് മാത്രമേ ഇവിടെ ആവശ്യമായിട്ടുള്ളൂ. ആ ഒരു നല്ല കാര്യം, ആ ഒരേ ഒരു കാര്യം, അത് ചെയ്തത് മറിയമാണ്. എന്താണ് പ്രിയ സഹോദരങ്ങളെ ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്? കർത്താവ് എന്തിനായിരിക്കാം ഇവരുടെ ഈ ഭവനത്തിലേക്ക് കടന്നു ചെന്നിട്ടുണ്ടാവുക? തൻ്റെ പ്രിയപ്പെട്ടവരായ, താനുമായി ഒറ്റ ബന്ധം പുലർത്തുന്നവരായ
മർത്തയുടെയും മറിയത്തിന്റെയും ഒക്കെ ഭവനത്തിലേക്ക് കർത്താവ് എന്തിനായിരിക്കും കടന്നു ചെന്നിട്ടുണ്ടാവുക? നമുക്കിതിൽ നിന്ന് വ്യക്തമാണ്, കർത്താവ് ചെന്ന് കയറിയ വശം തന്നെ കർത്താവ് അവിടെ ഇരുന്ന് പ്രബോധനം ആരംഭിച്ചു കഴിഞ്ഞു. കർത്താവ് അവർക്ക് വേണ്ടുന്നതായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതിൽ നിന്നും നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക? കർത്താവിന് അവരോട് എന്തൊക്കെയോ പറയാനായിട്ടുണ്ടായിരുന്നു. കർത്താവിന് തൻ്റെ ഹൃദയത്തിലെ കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് അങ്ങോട്ട് കയറി ചെന്നത്. അതിൽ ആ ഒരു കാര്യം, കർത്താവിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു കാര്യം, അത് തിരിച്ചറിഞ്ഞത് മറിയമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നേ, അവൾ നല്ല ഭാഗം തെരഞ്ഞെടുത്തിരിക്കുന്നു. ആവശ്യമായ ഒരേ ഒരു കാര്യം അത് മറിയം തെരഞ്ഞെടുത്തിരിക്കുന്നു. മർത്ത കർത്താവിനെ ശുശ്രൂഷിക്കുകയാണ്, കർത്താവിന് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കുകയാണ്. എന്നാൽ പലവിധ കാര്യങ്ങളാൽ അവൾ ഉത്കണ്ഠാകുലയാണ്, ആകുല ചിത്തയാണെന്ന് കർത്താവ് തിരിച്ചറിയുകയാ. കർത്താവ് അവളുടെ ഹൃദയത്തിലേക്കാ നോക്കുന്നേ. ശാന്തമായി തൻ്റെ വചനം സ്വീകരിക്കുന്ന മറിയത്തെയും ഉത്കണ്ഠാകുലയായി ആകുല ചിത്തയായി ഓടി നടന്ന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന മർത്തായെയും കർത്താവ് കാണുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നാം ഓരോരുത്തർക്കും ഇവിടെ വലിയൊരു ദൂത് കിടക്കുന്നുണ്ട്. കർത്താവിൻ്റെ ശുശ്രൂഷ തന്നെയാണ് ചെയ്യുന്നതെങ്കിലും കർത്താവിൻ്റെ ഹൃദയം അറിഞ്ഞാണോ നമ്മൾ അവിടെ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. മർത്ത പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, അങ്ങയെ ശുശ്രൂഷിക്കുവാനായി മറിയത്തെ കൂടി പറഞ്ഞയക്കുക എന്ന്. കർത്താവിൻ്റെ ശുശ്രൂഷ തന്നെ അവിടെ ചെയ്യുന്നത്. എന്നാൽ അതിൽ വരെയും കർത്താവ് പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിലും ഉപരിയായ ആ ഒരേ ഒരു കാര്യം, കർത്താവ് ആഗ്രഹിക്കുന്ന ആ ഒരു ഒറ്റ കാര്യം, അതെന്താണ്? കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ആയിരിക്കുക, കർത്താവിനോട് ചേർന്ന് നമ്മൾ ആയിരിക്കുക എന്നതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ കർത്താവ് മർത്തയോട് പറഞ്ഞു കൊടുത്തതുപോലെ നാം ഓരോരുത്തരെയും കർത്താവ് തിരുത്തുന്നുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ പ്രയോറിറ്റി എവിടെയാണ്? കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുന്നതുമായി കമ്പയർ ചെയ്യുമ്പോൾ മറ്റെന്തിനെങ്കിലും നമ്മൾ ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിലെ ഫസ്റ്റ് പ്രയോറിറ്റി, ഏറ്റവും പ്രാധാന്യമായി നമ്മൾ കാണേണ്ടത് കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു കൊണ്ട്, കർത്താവിൻ്റെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ വചനം വായിച്ചും കർത്താവിനോടുള്ള പ്രാർത്ഥനയിൽ മുഴുകിയും എല്ലാം ആ സാന്നിധ്യത്തിലായിരിക്കുവാനാ കർത്താവ് ആഗ്രഹിക്കുന്നത്. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം, അവിടെ 5ഉം 6ഉം തിരുവാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്, നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ, ദൈവവിചാരത്തോടെ അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് എന്താ പറയുന്നത്? നമ്മൾ നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിച്ച് ഇങ്ങനെ പ്ലാനുകൾ ചെയ്ത് നമ്മുടെ പണികളെല്ലാം പൂർത്തീകരിച്ച് കർത്താവിന് വേണ്ടിയുള്ള നമ്മുടെ ഓട്ടങ്ങളെല്ലാം അങ്ങോട്ട് ക്രമീകരിച്ച് വരുമ്പോൾ കർത്താവ് എന്താ പറയുന്നത്? നിങ്ങളുടെ ബുദ്ധിയെ നിങ്ങൾ ആശ്രയിക്കരുത്. കർത്താവിലായിരിക്കുവാൻ, കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ നമ്മൾ ശ്രമിക്കണമെന്ന്, ദൈവവിചാരത്തോടെ നമ്മൾ ആയിരിക്കണമെന്ന്. അപ്പോൾ നമ്മൾ ഈ കഷ്ടപ്പെട്ട് തീർക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അതെല്ലാം അതിൻ്റെ രീതിയിൽ തീർന്നുകൊള്ളുമെന്നാണ് കർത്താവ് പറയുന്നത്. അതെല്ലാം പൂർത്തീകരിക്കാൻ കർത്താവ് തന്നെ വഴി തെളിച്ചു തരുമെന്നാ പറയുന്നത്. ഇതേ കാര്യം തന്നെയാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 33-ാം തിരുവാക്യത്തിലും നമ്മൾ കാണുന്നത്. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നമ്മളിങ്ങനെ ഉത്കണ്ഠാകുലരായി വ്യഗ്രചിത്തരായി ഒത്തിരിയേറെ കാര്യങ്ങൾക്ക് പിറകെ ഓടുമ്പോൾ കർത്താവ് എന്താ നാം ഓരോരുത്തരോടും പറയുന്നത്? നിങ്ങൾ എൻ്റെ സാന്നിധ്യത്തിലായിരിക്കുക. മറിയം ചെയ്തതുപോലെ കർത്താവിനോട് ചേർന്നിരിക്കുക. അപ്പോൾ മറ്റെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് തരുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്നതായ പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ കർത്താവ് നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഇപ്രകാരം പ്രയോറിറ്റികൾ സെറ്റ് ചെയ്യുന്നവരെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു കർത്താവിനെ പരിശുദ്ധ ബൈബിളിൽ പലപ്പോഴും നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. ആദ്യ പുസ്തകത്തിൽ തന്നെ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമുക്കറിയാം അബ്രാഹത്തെ കുറിച്ച്.
നമ്മുടെ പൂർവ്വ പിതാവായ വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തെ കുറിച്ച്. അത്രമാത്രം കർത്താവിനോട് കമ്മിറ്റഡ് ആയിരുന്ന ആ അബ്രാഹത്തെ വരെ കർത്താവ് ആ ഒരു പ്രയോറിറ്റി ടെസ്റ്റിലൂടെ കടത്തിവിടുന്നുണ്ട്. നമുക്കറിയാം 100 വർഷം കാത്തിരുന്ന് തങ്ങൾക്ക് ലഭിച്ച തങ്ങളുടെ ആ ഒരു ഏകജാതനെ ഇസഹാക്കിനെ വളരെ സ്നേഹത്തോടെ കണ്ണിലുണ്ണിയായിട്ട് അബ്രാഹാം വളർത്തിക്കൊണ്ട് വരികയാണ്. കർത്താവിന് നന്ദി പറഞ്ഞ് കർത്താവിന്റെ വേലയിൽ നിന്ന് അവൻ ഒരിക്കലും പിന്മാറിയിട്ടില്ല. അങ്ങനെ പോകുമ്പോൾ കർത്താവ് അവിടെ ഒരു പ്രയോറിറ്റി ടെസ്റ്റ് നടത്തുന്നുണ്ട്. നമുക്കറിയാം, അബ്രാഹത്തിനെ കർത്താവ് വിളിച്ച് ആ ഇസഹാക്കിനെ, തൻ്റെ ഏക മകൻ ഇസഹാക്കിനെ തനിക്ക് ബലി അർപ്പിക്കുവാനായി കർത്താവ് ആവശ്യപ്പെടുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു പ്രയോറിറ്റി ടെസ്റ്റ് നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നടത്തിയാൽ ഒത്തിരി വലിയ വിഷമത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനായിട്ട് സാധിക്കും. ഇവിടെ അബ്രാഹത്തിന് കർത്താവിനോടാണോ ഇസഹാക്കിനോടാണോ കമ്മിറ്റ്മെന്റ് എന്ന് കർത്താവിന് അറിയണമായിരുന്നു. അവന്റെ പ്രയോറിറ്റി എന്താണെന്ന് കർത്താവ് ഇവിടെ ടെസ്റ്റ് ചെയ്യുകയാണ്. എന്താ ഉണ്ടായത്? അബ്രാഹാം വളരെ വിജയപ്രദമായി ആ ടെസ്റ്റ് പാസ്സാവുകയാണ്. കർത്താവ് തന്നോട് ചോദിച്ച കാര്യം അവൻ കൊടുക്കാൻ തയ്യാറാവുകയാണ്. തൻ്റെ ഏക മകനെ, തൻ്റെ ജീവിതത്തിൽ എല്ലാമായ തൻ്റെ ആ ഏക മകനെ ബലി അർപ്പിക്കാൻ അവൻ തയ്യാറാവുകയാണ്. അത് കണ്ട മാത്രയിൽ എന്താ ഉണ്ടായത്? ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള തിരുവാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായ്ക കൊണ്ട് ഞാൻ ശബ്ദം ചെയ്യുന്നു. ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ശത്രുവിന്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും. നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇവിടെ അബ്രാഹത്തിനെ ടെസ്റ്റ് ചെയ്യാനായി കർത്താവ് വിളിച്ച് ആ ഒരു ടെസ്റ്റിൽ അബ്രാഹാം പാസ്സായി കഴിഞ്ഞപ്പോൾ കർത്താവ് പറയുന്ന വാക്യങ്ങളാണ് നമ്മൾ കേട്ടത്. നിന്റെ ഏക മകനെ എനിക്ക് തരാൻ നീ മടി കാണിക്കാത്തത് കൊണ്ട് ഈ പറഞ്ഞ അനുഗ്രഹങ്ങൾക്കെല്ലാം നീ അവകാശിയാവുക എന്ന് അബ്രാഹത്തോട് പറയുകയാണ്. അവനെ ഒത്തിരിയേറെ അനുഗ്രഹിക്കുകയാണ്. ആ അനുഗ്രഹങ്ങൾക്കെല്ലാം അവൻ സ്വീകരിക്കാൻ അവനൊരു യോഗ്യത കിട്ടിയത് എവിടെയായിരുന്നു? ആ ഒരു പ്രയോറിറ്റി ടെസ്റ്റിൽ അവൻ പാസ്സാവുകയാണ്. കർത്താവിനാണോ തൻ്റെ ഏക മകനാണോ പ്രയോറിറ്റി കൊടുക്കുന്നതെന്ന് കർത്താവ് പരിശോധിക്കുകയാണ്. ഇപ്രകാരം ഒരു പരിശോധന നമ്മുടെ ജീവിതത്തിൽ വന്നാൽ എന്ത് സംഭവിക്കും? നമ്മൾ സ്വയം ചിന്തിക്കുക, സ്വയം അതിന് ഉത്തരം കണ്ടെത്തുക. കർത്താവ് പറയുകയാണ്, ഒന്ന് മാത്രമേ നിനക്ക് ആവശ്യമായിട്ടുള്ളൂ. മർത്തായോട് കർത്താവ് പറഞ്ഞതുപോലെ നല്ലത് മറിയം തെരഞ്ഞെടുത്തു. ഒരേ ഒരു കാര്യമേ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളൂ, അത് മറിയം തെരഞ്ഞെടുത്തു. അതെന്തായിരുന്നു? കർത്താവിൻ്റെ സാന്നിധ്യമായിരുന്നു, കർത്താവിൻ്റെ പ്രബോധനങ്ങളായിരുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ആഹ്വാനത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു പ്രയോറിറ്റി ടെസ്റ്റ് നടത്തിയാൽ എന്തായിരിക്കും റിസൾട്ട്? നമ്മൾ തന്നെ ചിന്തിക്കുക. അതിനനുസരിച്ച് നമ്മളുടെ ജീവിതങ്ങൾക്ക് ആവശ്യമായ മാറ്റം വരിക. ഹെബ്രായ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 2-ാം തിരുവാക്യം നമുക്ക് വ്യക്തമായ ഒരു ആഹ്വാനം നൽകുന്നുണ്ട്. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ടുവേണം നാം ഓടാൻ. നമ്മുടെ ഈ ഒരു ജീവിതം അതൊരു ഓട്ടത്തോട് തുലനം ചെയ്യുമ്പോൾ ഇവിടെ ലേഖകൻ അപ്പസ്തോലൻ നമുക്ക് പറഞ്ഞു തരികയാണ്, നമ്മൾ നമ്മുടെ കണ്ണുകളെ നമ്മുടെ വിശ്വാസത്തിന്റെ നായകനിൽ ഉറപ്പിക്കണം. നമ്മുടെ ദൃഷ്ടി കർത്താവിൽ ഉറപ്പിക്കണം. ചുറ്റുമുള്ളതിലേക്കൊക്കെ നമ്മൾ നോക്കി ഓടിയാൽ എന്താ സംഭവിക്കുക? നമുക്കറിയാം, നമ്മുടെ ഓട്ടത്തിന്റെ സ്പീഡ് കുറയും, നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോകും. എന്താ പറയുന്നത്? നമ്മുടെ ലക്ഷ്യം, നമ്മുടെ കണ്ണുകൾ യേശുവിൽ ഉറപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ ഓടാനെന്ന്. കർത്താവിൻ്റെ ആ ഒരു സാന്നിധ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വേണം നമ്മൾ ഓടാനെന്ന്. നമുക്ക് പരിശുദ്ധ വചനം നമുക്ക് നൽകുന്ന ഈ ഒരു ആഹ്വാനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. മറിയം തിരഞ്ഞെടുത്തതുപോലെ നല്ല ഭാഗം തിരഞ്ഞെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നമ്മുടെ ദൃഷ്ടി കർത്താവിൽ മാത്രം ഉറപ്പിച്ചുകൊണ്ട്
മറിയം കർത്താവിനെ ഉറ്റു നോക്കിക്കൊണ്ടിരുന്നത് പോലെ കർത്താവിൽ മാത്രം ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ ഓട്ടം പൂർത്തീകരിക്കാൻ ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നൽകിയ ഒരു ആഹ്വാനം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് ഈ ഒരു കൃപയ്ക്കായി പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഒപ്പം തന്നെ ഇന്നത്തെ ശുശ്രൂഷയിലൂടെ കർത്താവ് നൽകിയ ഒരു ആഹ്വാനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നന്ദി പറയുകയാണ്. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ എന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞു തരുന്നുണ്ടല്ലോ. കർത്താവേ, അങ്ങ് ഞങ്ങൾ തിരഞ്ഞെടുക്കുവാനായി ആഗ്രഹിക്കുന്ന ആ ഒരു ഒറ്റ കാര്യം, അത് തിരഞ്ഞെടുക്കുവാനുള്ള കൃപ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ സാന്നിധ്യത്തിലായിരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയിൽ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് ഓടുവാനുള്ള കൃപ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരനാ മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാം ചാരന്മാരെ വാരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈശോയെ, ഞങ്ങൾ ഏറ്റു പറയുകയാണ് കർത്താവെ, അങ്ങയ്ക്ക് പ്രയോറിറ്റി നൽകുന്നവരായി ഞങ്ങൾ മാറും. മറ്റൊന്നിനും അങ്ങയോട് തുലനം ചെയ്യാൻ ഞങ്ങൾ മുതിരുകയില്ലെന്ന് കർത്താവെ ഞങ്ങൾ ഏറ്റു പറയുന്നു. കർത്താവെ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ഏക ലക്ഷ്യമെന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. ഹല്ലേലൂയ. ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടെ എന്നെ മാടി വിളിച്ചാൽ, സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സുന്ദരനാ മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാം ചാരന്മാരെ വാരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല. സുന്ദരനാ മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാം ചാരന്മാരെ വാരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ഈ ലോകയാത്രയിൽ ഒരിക്കലും അങ്ങേ പിരിയാതെ നിൽക്കുവാനുള്ള ഒരു കൃപ, ഒരു വലിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. എപ്പോഴും അങ്ങയെ തിരഞ്ഞെടുക്കുവാൻ, അങ്ങേക്ക് പ്രയോറിറ്റി നൽകുവാൻ ഞങ്ങൾക്ക് ആ ഒരു ജ്ഞാനവും വിവേകവും നൽകണമേ. ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ കണ്ടതുപോലെ മറിയത്തിനെ പോലെ നല്ല ഭാഗം തിരഞ്ഞെടുക്കാൻ എപ്പോഴും ഏത് സാഹചര്യത്തിലും കർത്താവ് ആഗ്രഹിക്കുന്ന ആ ഒരു ആവശ്യമായ ഒരേ ഒരു കാര്യം, നമ്മുടെ കർത്താവിൻ്റെ ആ മഹനീയ സാന്നിധ്യം, അത് എപ്പോഴും സ്വീകരിക്കുവാൻ, അതെപ്പോഴും തിരഞ്ഞെടുക്കുവാൻ ഒരു വലിയ കൃപ നമുക്ക് ഓരോരുത്തർക്ക് ലഭിക്കാനായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. അതുപോലെ നിങ്ങളെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഇതിന് പിന്നിൽ അധ്വാനിക്കുന്നവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കണം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അതുപോലെ പ്രാർത്ഥനാ നിയോഗങ്ങളും ഒക്കെ അറിയിക്കുക. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ ആ ഒരു വേലയിൽ, കർത്താവിൻ്റെ ആ ഒരു രാജ്യത്തിൽ ഒരുമിച്ച് ഐക്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.